إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 23-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വ്യഭിചാരാരോപണം നടത്തുന്നവർ അതികഠിനമായ ശിക്ഷക്ക് പത്രീഭൂതരാകുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടർ യർമൂന അവർ ആരോപണം ഉന്നയിക്കുന്നു, അതായത് വ്യഭിചാരാരോപണം നടത്തുന്നു. അൽ മുഹ്സനാത്തി പതിവ്രതകളായ സ്ത്രീകളെ പറ്റി വ്യഭിചാരാരോപണം നടത്തുന്നവർ. അൽ ഖാഫിലാത്ത് അശ്രദ്ധകളായ, അതായത് ദുർനടപ്പിനെ പറ്റി അശ്രദ്ധകളായ, അതായത് ശുദ്ധഹൃദയരായ സ്ത്രീകളെ കുറിച്ചും അവർ ആരോപണം നടത്തുകയാണ്. അൽ മുഅ്മിനാത്ത് സത്യവിശ്വാസിനികളായ പതിവ്രതകളായ ശുദ്ധഗതിക്കാരികളായ സ്ത്രീകളെ പറ്റി വ്യഭിചാരാരോപണം നടത്തുന്നവർ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു താക്കീത് ചെയ്യുന്നത്. ഈ ഐഹികമായ ദുനിയാവിൽ അവർ ശപിക്കപ്പെട്ടവരാകുന്നുവല്ലാഹുറ, അന്ത്യദിനത്തിലും അവർ ശപിക്കപ്പെട്ടവർ തന്നെ. ഇരുലോകത്തും അല്ലാഹുവിന്റെ ശാപത്തിന് പത്രീഭൂതരായവരാണ് അവരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വലഹും അദാബുൻ അലീം, വലഹും അവർക്കുണ്ട് അദാബുൻ അലീം, വമ്പിച്ചതായ ഒരു ശിക്ഷ അവരെ കാത്തുകെട്ടി കിടക്കുന്നുണ്ടെന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ഒരിക്കലും അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല, അല്ലാഹുവിന്റെ ശാപകോപത്തിൽ നിന്നും അവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ ആയത്ത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, 7 വൻ കുറ്റങ്ങൾ, അതായത് സബുൽ മൂബിക്കാത്ത് നാശകാരികളായ 7 വൻ പാപങ്ങളെ പറ്റി വിശദീകരിച്ച കൂട്ടത്തിൽ നോക്കൂ, സദ്വൃത്തലായ സജ്ജനങ്ങളായ സ്ത്രീകളെ കുറിച്ച്, അതുപോലെ പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 7-ൽ-1 അത്രയും ഗൗരവമായിട്ടാണ് ഇസ്ലാം ദീനതിനെ കാണുന്നത്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ, അവരുടെ ജീവിതം താറുമാറാക്കാൻ, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒന്നും തന്നെ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ല. 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവന് 80 അടി അടിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. നോക്കൂ നിങ്ങൾ, അത്രയും ഗൗരവത്തിൽ ഇസ്ലാം കണ്ട കാര്യത്തിന് നാമും വളരെ ഗൗരവത്തിലെടുക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.